ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതോടെ നേതാവ് നഷ്ടപ്പെട്ട ഹമാസ് കാത്തിരിക്കുകയാണ് പുതിയ നേതാവിന് വേണ്ടി. ഒരു നേതാവ് പോയാൽ മറ്റൊരാൾ ഉയർന്നു വരുമെന്ന ഇസ്മയിൽ ഹനിയ പറഞ്ഞിരുന്നു. കൊല്ലപ്പെട്ടതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഹനിയ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരു നേതാവ് പോയാൽ മറ്റൊരാൾ ഉയർന്നു വരും, ഖൊമൈനിയോട് ഹനിയ പറഞ്ഞിരുന്നു. ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ചുള്ള സംഭാഷണം TV ചാനലുകൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. ഇതേ തുടർന്നാണ് പുതിയ നേതാവിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നത്. നിലവിൽ ഇസ്രായേലുമായുള്ള യുദ്ധത്തിന്റെ തുടർച്ചയായുള്ള നേതാക്കളുടെ മരണം ഹമാസിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. ഇനി എന്ത് എന്നതിന് വ്യക്തമായൊരു ഉത്തരം നൽകാൻ ഒരു നേതാവില്ലെങ്കിൽ ഇസ്രായേൽ ബാക്കിയുള്ള ഹമാസ് പോരാളികളെ ചുട്ടുകൊല്ലുമെന്നുള്ളത് ഉറപ്പാണ്. ഇസ്രായേൽ സൈന്യം ഇപ്പോഴും യുദ്ധം തുടരുകയും ചെയ്യുന്നുണ്ട്. മൊസാദിന്റെ ചാരപ്പണിയിൽ ഹമാസിന്റെ നേതാക്കളെ വകവരുത്തുന്നതിന് പിന്നിൽ ഇസ്രായേലിന്റെ മറ്റൊരു ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ഗസയിൽ യുദ്ധം നടക്കുമ്പോൾ തന്നെ മറ്റൊരു തരത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയും മൊസാദിനെ വെച്ച് മറ്റൊരു തരത്തിൽ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഈ സ്ട്രാറ്റജിയിലൂന്നിയുള്ള ഇസ്രായേൽ തന്ത്രം ഫലം കാണുകയാണ് ചെയ്യുന്നത്. ഹമാസിന്റെ നേതാക്കളെ നേരിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലാതെ ഇത്തരം തന്ത്രപരമായ നീക്കത്തിലൂടെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. നിരവധി ഹമാസ് നേതാക്കളെ ഇത്തരത്തിൽ മൊസാദ് കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. ഗസയിൽ ആക്രമണം ശക്തമാകുമ്പോൾ മുതൽ ഇസ്രായേൽ മൊസാദിനെ ഈ ജോലി ഏൽപ്പിച്ചിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. പലസ്തീനിൽ നടക്കുന്ന യുദ്ധം ഇറാനിലേക്ക് വ്യാപിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മുസ്ലിം രാഷ്ട്രങ്ങളോടെല്ലാം ഇസ്രായേൽ തുറന്ന പോരാട്ടത്തിന് തയ്യാറായി നിൽക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസത്തിനു മുൻപ് ഹൂതി വിമതർ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ ഇസ്രായേൽ തിരിച്ചടിച്ചിരുന്നു. ഇതിന് ഇറാനെ പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഇറാൻ ഇസ്രായേലുമായി യുദ്ധത്തിന് മാനസികമായി തയ്യാറെടുക്കുന്നു എന്ന വാർത്തകളും പുറത്തുവന്നു. ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം കൂടിയായതോടെ ഇറാൻ യുദ്ധമുഖത്തേക്ക് എത്തുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളുടെ ഏകീകരണം ഉണ്ടാകുമെന്ന് മറ്റൊരു രാഷ്ട്രങ്ങൾ ഭയപ്പെടുന്നു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ കൊല്ലപ്പെടുത്തിയതിനു പിന്നിൽ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ നീണ്ട ആസൂത്രണമായിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ടെന്നും ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. ഹനിയ താമസിച്ചിരുന്ന വടക്കൻ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൗസിൽ ഏകദേശം 2 മാസം മുൻപേ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിപ്പിക്കുന്ന ബോംബ് സ്ഥാപിച്ചിരുന്നെന്ന വിവരം ഒരു വിദേശ മാധ്യമം പുറത്തുവിടുകയും ചെയ്തു. ടെഹ്റാൻ സന്ദർശന വേളയിൽ ഹനിയ പതിവായി തങ്ങിയിരുന്ന ഗസ്റ്റ് ഹൗസിലെ മുറി മനസ്സിലാക്കിയ മൊസാദിന്റെ ചാരന്മാർ ബോംബ് സ്ഥാപിക്കുകയും ചെയ്തു. ഹനിയയും സുരക്ഷാ ഭടന്മാരും മാത്രമുള്ള സമയം മനസ്സിലാക്കി റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള മേഖലയിലെ ഗസ്റ്റ് ഹൗസിൽ നടന്ന സ്ഫോടനം ഇറാന് കനത്ത തിരിച്ചടിയായി. രഹസ്യയോഗങ്ങൾ നടക്കുന്ന VIP അതിഥികൾ പതിവായി തങ്ങുന്ന സ്ഥലമാണിത്. സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചയും രഹസ്യാന്വേഷണ ഏജൻസികളുടെ കഴിവുകേടുമാണ് ഇതോടെ വെളിപ്പെട്ടത്. പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമൈനിയോടും ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വത്തോടും വിയോജിപ്പുള്ളവരെ മൊസാദ് ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹനിയ കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 2 മണിക്കാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു ഹമാസ് ആദ്യം പറഞ്ഞിരുന്നത്. ഹനിയയുടെ സംസ്കാര ചടങ്ങുകൾ ദോഹയിൽ നടന്നു. ഹനിയയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെടുന്ന ഖലീൽ അൽ ഹയ്യും മുൻ ഹമാസ് തലവൻ ഖാലിദ് മഷാലും ചടങ്ങിൽ പങ്കെടുത്തു. ഹനിയയെ കൊല്ലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പ്രകടനങ്ങൾ നടത്താൻ ഹമാസ് ഗസയിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹമാസ് നേതാക്കളെയും ഹിസ്ബുള്ള കമാൻഡറെയും ഇസ്രായേൽ വധിച്ചതിനു പിന്നാലെ മധ്യപൂർവ്വദേശത്തെ സംഘർഷാന്തരീക്ഷം വീണ്ടും രൂക്ഷമാകുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൗരന്മാർക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ ഇറാനിലുള്ള ഫ്രഞ്ച് പൗരന്മാർ സന്ദർശനം മതിയാക്കി എത്രയും പെട്ടെന്ന് മടങ്ങുമെന്നാണ് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്.